ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഡോറ ബുജി ക്യൂട്ട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭയങ്കരമായിട്ട് പണി കിട്ടി കൂട്ടുകാരെ, കണ്ടില്ലേ മൂക്കൊക്കെ പൊള്ളി അടർന്ന് എല്ലാം ചെയ്യുന്ന പണിയാണോ? ഇത്രയും വാരി തൂക്കൊന്നും ഞാൻ അറിഞ്ഞില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഉറങ്ങാനേ പറ്റുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ ഇപ്പം എന്ത് ചെയ്ത് ഇവിടെ എല്ലാം ഇങ്ങനെ ഇട്ടിട്ട് എന്ത് ചെയ്ത് ഈ മീശയ്ക്കകത്തും ഇങ്ങനെ തേച്ച് വെച്ചു. എന്നിട്ട് സുഖമായിരുന്നു, രാത്രി നല്ലോണം കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. അതിൻ്റെ പിറ്റേ ദിവസം നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം കറുത്ത് ഈ ഭാഗത്തെല്ലാം ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടത്തേക്ക് പക്ഷെ ഇവിടത്തേക്ക് പോയപ്പോഴല്ലേ ഇവിടെ എല്ലാം ചുവന്ന് മൊത്തം നീ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പാമ്പിൻ്റെ തൊലിവല്ല. ഇങ്ങനെ ആക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പണിയായി. ഇപ്പോൾ എന്ത് ചെയ്യാൻ, പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര നാണക്കേട്, ആൾക്കാരിങ്ങനെ ഒരുമാതിരി നോക്കുന്നു. അതുപോലെ എനിക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ ഇടുമല്ലോ, അപ്പോൾ ചിരിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വലിഞ്ഞിട്ട് ഭയങ്കര ആ ഒരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് സ്കിന്നിൽ. അപ്പോൾ നമ്മളിന്ന് വന്ന ചിലരുടെയൊക്കെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പം അതിൻ്റെ സംശയങ്ങളൊക്കെ നമ്മൾ തീർക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. മെയിനായിട്ടും പലരും ചോദിച്ചൊരു കാര്യമാണ്, നമ്മളെ സ്നേഹിക്കുന്നവരായിട്ടോ നെഗറ്റീവ് ഇടുന്നവരല്ല. അപ്പോൾ മെയിനായിട്ട് വന്ന സംശയം എന്ന് വെച്ചാൽ നമ്മൾ എന്തുകൊണ്ടാണ് പ്രിൻസിനെയും കൂട്ടാഞ്ഞത്. നമ്മൾ സാധാരണ എല്ലായിടത്തും നമ്മൾ പ്രിൻസിനെയും കൊണ്ടുപോകുന്നതാണല്ലോ. അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് പ്രിൻസിനെയും കൊണ്ടുപോകാഞ്ഞത്, അവരെന്താ ഒഴിവാക്കിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റീസൺ എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്കൊന്ന് സ്കൂളിലുണ്ട്, രണ്ടാമെന്ന് വെച്ചാൽ കാരണം നമ്മളിപ്പോൾ പോകുന്നത് അത്യാവശ്യം മഴയുള്ളൊരു ടൈമിലാണ്. അപ്പം ആ സമയത്ത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയില്ല. അതുപോലെ തന്നെ അവിടുത്തെ ക്ലൈമറ്റൊക്കെ നല്ല രീതിയിൽ എല്ലാവർക്കും അറിയാമല്ലോ, നല്ല തണുപ്പുള്ള ക്ലൈമറ്റാണ്. ഇനി മഴയില്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല തണുപ്പുള്ള ക്ലൈമറ്റാണ്. പ്രിൻസിനെന്ന് വെച്ചാൽ ചെറുതായിട്ട് തണുപ്പടിച്ചാലും പെട്ടെന്ന് പനി പിടിക്കും. അപ്പം അതൊക്കെ കൊണ്ടാണ് കൂടുതലും നമ്മൾ പ്രിൻസിനെയും കൊണ്ടുപോകാതിരുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഒരാളെ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് വിഷമം വരും. അത് മാത്രമല്ല, ഇപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പം കുഞ്ഞുങ്ങളാണ് അങ്ങോട്ടോടി ഇങ്ങോട്ടോടി എല്ലാം ചെയ്യും. അപ്പം പെട്ടെന്ന് നമുക്കൊരു ശ്രദ്ധ കിട്ടുമോ, കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് അങ്ങനെയുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ നമ്മൾ കൊണ്ടുപോകാതിരുന്നത്. ഇപ്പം നമ്മൾ ഫാമിലി ഫുള്ളായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളെ നമ്മൾ കൊണ്ടുപോകായിരുന്നു. ഇപ്പം ഞാനും ഇവളും മാത്രമേ ഉള്ളൂ. എന്നെ എടുക്കണം, ബ്രൂട്ടനെ എടുക്കണം, എല്ലാം കൂടെ വരുമ്പോൾ നമുക്കൊരു ടെൻഷനും പേടിയായി. പിന്നെ ഇവിടെ ഒറ്റയ്ക്കല്ലായിരുന്നു കേട്ടോ, നമ്മളാ സമയത്ത് ഇച്ചാന്റെ അനിയനില്ലേ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഉള്ളതുകൊണ്ട് ജിജു ആ സമയത്ത് പിന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ അവരെ ഏൽപ്പിച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയത്. അപ്പം കൊണ്ടുപോകണം നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ ആ ക്ലൈമറ്റും കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ പ്രിൻസിയാണെങ്കിലും കൊണ്ടുപോകാതിരുന്നത്. പ്രിൻസിനെന്ന് വെച്ചാൽ ചെറുതായിട്ട് തണുപ്പടിച്ചാലും പെട്ടെന്ന് എന്നെ പോലെയാണ്, ചെറുതായിട്ട് തണുപ്പടിച്ചാലും പെട്ടെന്ന് പനിയും കാര്യങ്ങളൊക്കെ കയറിക്കൊള്ളും. ഇപ്പം എനിക്ക് തന്നെയാണെങ്കിൽ അങ്ങനെ വലുതായിട്ട് തണുപ്പടിച്ചു എന്ന് പറയാൻ പറ്റില്ല, കാരണം അതേ രീതിയിലുള്ള ഡ്രസ്സൊക്കെ നമ്മൾ ഇട്ടിരുന്നത്. പക്ഷെ എന്നിട്ടും എനിക്ക് തന്നെ ഇപ്പോഴും ഇന്ന് 4 ദിവസമായിട്ടും എനിക്കിതുവരെ മാറിയിട്ടില്ല എൻ്റെ ജലദോഷം കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് കൊണ്ടുവന്നിരുന്നത്. പിന്നെ വന്ന മെയിനായിട്ടുള്ള ഒരു ആരോപണം എന്ന് വെച്ചാൽ പൈസ ആയിപ്പോയി, അതിൻ്റെ അഹങ്കാരമാണ് ഞങ്ങൾ കാണിക്കുന്നത്. മണി പവർ. റീസൺ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിത് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഞങ്ങൾ പ്ലാൻ ഇട്ടൊരു കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ നാസിയുടെ വാപ്പയ്ക്ക് ഇത്തിരി കൂടുതലൊക്കെ ആയത്. പിന്നെ കൂടുതലായി അതിനുശേഷം നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡോറ പ്രഗ്നൻ്റ് ആയി. പിന്നെ നമ്മൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പോകാൻ വേണ്ടി ഇരുന്ന സമയത്താണ് പെട്ടെന്ന് ഡോറയ്ക്ക് വീണ്ടും വയ്യായികയൊക്കെ വന്നതും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഓരോ സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്തും ഏകദേശം ഒരു 3 കൊല്ലമായിട്ട് നമ്മൾ ഇങ്ങനെ പോകണം എന്ന് പറയുമ്പോൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ടായിരുന്നു. നമുക്ക് യൂട്യൂബിലെ പൈസ കിട്ടി തുടങ്ങിയത് ഈ കഴിഞ്ഞ ഇപ്പോഴത്തെ ജനുവരി അല്ല, അതിന് തൊട്ട് മുമ്പുള്ള ജനുവരിയിലാണ് നമുക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടി തുടങ്ങിയത്. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമുക്ക് പേയ്മെന്റ്. അതും അവിടെ നിന്ന് ഇങ്ങോട്ട് ചില മാസങ്ങളൊന്നും പേയ്മെന്റ് കിട്ടത്തില്ല. നമുക്ക് ഒരു ബൾക്കായിട്ടുള്ള എമൗണ്ട് ഒന്നും ഇല്ല. അത് നമ്മൾ ഒരു വീഡിയോ ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പേയ്മെന്റ് നമ്മുടെ വ്യൂവേഴ്സ് അനുസരിച്ച് നമുക്ക് എത്ര രൂപയാണ് നമുക്ക് യൂട്യൂബ് തരുന്നത് എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്, എന്തായാലും ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനിടയ്ക്ക് വെച്ച് 3-4 മാസമൊക്കെ നമുക്ക് വരുമാനം ഇല്ലാതിരുന്നു, യൂട്യൂബിൽ നിന്ന് വരുമാനം ഇല്ലാതിരുന്നു. ആ സമയത്ത് നമ്മുടെ കച്ചവടം പൂട്ടിപ്പോകേണ്ട അവസ്ഥ വന്നു, കച്ചവടം നമുക്ക് നിർത്തേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഡോറ തീരെയും കിടപ്പിലായി പോയി. പിന്നെ ഡോറയുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അതായിരുന്നു. ഡോറയുടെ ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല, ആ സമയത്ത് പിന്നെ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റ് നോക്കണം. അപ്പോൾ ഫുള്ള് നമ്മൾ അങ്ങനെയുള്ള ഓട്ടം ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ കച്ചവടം നിർത്തേണ്ടി വന്നു. കച്ചവടം അവസാനിപ്പിച്ചു. യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടാതായി. അങ്ങനെ നമുക്ക് യൂട്യൂബ് ചാനലിൽ നിന്നുള്ള വരുമാനം നിന്ന് 3-4-5 മാസത്തോളം നമുക്ക് അടുപ്പിച്ച് വരുമാനം ഇല്ലായിരുന്നു.
അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ നമുക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ പിന്നെ ഇതെല്ലാം പോകണ്ടെന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ ഇപ്പോഴെന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു 3-4 മാസമായിട്ട് നമുക്ക് കഴിഞ്ഞ ഏപ്രിൽ മാസം തൊട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുമാനം വരുന്നുണ്ട്. അപ്പം അത് മാത്രമല്ല, ഞങ്ങൾ സ്വന്തമായിട്ടല്ല പൈസ എടുത്തത്, ഞാനും നാസിയൊക്കെ ഷെയർ ഇട്ട്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ഇട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അതുകൊണ്ട് വലിയൊരു തുകയൊന്നും നമുക്ക് ആയില്ല. പിന്നെ നാസിയുടെ കാറിലാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു എമൗണ്ട് ഒന്നും നമുക്ക് വന്നില്ല. നമ്മൾ എത്രത്തോളം ബഡ്ജറ്റ് കുറച്ചാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ലോങ് വീഡിയോയിൽ, ഇതിന് മുമ്പുള്ള ലോങ് വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മൾ ബഡ്ജറ്റ് കുറച്ചാണ് നമ്മൾ ഇട്ടേക്കുന്നത്. മണി പവർ ഒന്നുമല്ല, നമുക്ക് സ്ഥലങ്ങൾ പോയി കാണണം ആഗ്രഹം തോന്നി. നമ്മൾ കല്യാണം കഴിഞ്ഞ ശേഷം ഞാനാണെങ്കിലും ഡോറയാണെങ്കിലും ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൂന്നാർ കൊണ്ടുപോകുന്നു. കല്യാണം കഴിയുന്നതിന് മുൻപേ എന്നോട് ചോദിച്ചൊരു കാര്യമാണ് എന്നെ മൂന്നാർ കൊണ്ടുപോകുന്നത്. കല്യാണം കഴിയുന്നതിന് മുൻപേ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം നാസി ആണെങ്കിൽ ഞങ്ങൾ രണ്ടിൻ്റെയും കല്യാണം ഒരേ മാസത്തിലായിരുന്നു. എൻ്റെ നാസിയുടെ മെയ് മാസത്തിലായിരുന്നു കല്യാണം. എൻ്റെ മെയ് മാസം 7-ാം തീയതിയും നാസിയുടെ മെയ് മാസം 29-ാം തീയതി. നമ്മൾ ഒരുപാട് തവണ അത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അന്നോട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഫാമിലി ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് എങ്ങോട്ടെങ്കിലും ഒരു ട്രിപ്പ് പോകണം. അന്ന് ഹണിമൂൺ ട്രിപ്പായിരുന്നു, ഇപ്പോൾ പക്ഷെ നമുക്ക് എങ്ങും പോകാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ നമ്മൾ പോയി. ഇപ്പം നമുക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മൾ പോയി എന്നുള്ളതാണ്. അതല്ലാതെ അതിനകത്ത് മണി പവറോ പൈസ കിട്ടിയതിൻ്റെ അഹങ്കാരം നമുക്കെന്ന് വെച്ചാൽ വളരെ കുറച്ച്, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കുറച്ച് തുക യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്ന കപ്പിൾ ഞങ്ങളായിരിക്കും. ഓരോരുത്തർക്ക് മാസം ലക്ഷങ്ങളും 10,000-ങ്ങളൊക്കെയാണ് വരുമാനം കിട്ടുന്നത്. പക്ഷെ നമുക്ക് വളരെ കുറച്ച്, ഏറ്റവും കുറച്ച് കേരളത്തിൽ. അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഒരു ആഗ്രഹവും നമ്മുടെ ഇതും വെച്ചിട്ട് ഞങ്ങൾ അതിൽ നിന്നൊരു തുക മാറ്റി വെച്ചിട്ട്, ഇത് ഈ പൈസ മാറ്റി വെച്ചത് ഈ ഒരു മാസത്തെ ഒന്നും അല്ല കേട്ടോ. ഇങ്ങനെ ഇഞ്ചിരിച്ച് മാറ്റി വെച്ച് ഞങ്ങൾ പിടിച്ചെടുത്ത് പോയതാണ്. അത് വലിയൊരു എമൗണ്ട് ഒന്നും അല്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ അങ്ങ് പോയി, അത്രേ ഉള്ളൂ. അതല്ലാതെ നമ്മൾ എന്താ പറയുക, അഹങ്കാരം കാണിക്കാനൊന്നുമല്ല. ഡോറയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡോറ നടന്നു തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. ഇപ്പം എൻ്റെ കൂടെ വരുന്നതിന് മുൻപേ തന്നെ ഉള്ള കാര്യം പറയുന്നത് കേട്ടോ. എൻ്റെ കൂടെ വന്നിട്ട് 2 കൊല്ലത്തോളം കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഡോറയ്ക്ക് പ്രശ്നങ്ങൾ വന്നത്. അതിന് മുൻപേ ഡോറ നടക്കത്തില്ലായിരുന്നു. എത്ര കൊല്ലമായിരുന്നു നടന്നു തുടങ്ങിയിട്ട്? ഞാൻ +2 പഠിക്കുമ്പോൾ 2015-14 അപ്പോൾ ഈ നടന്നു തുടങ്ങി എന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ നല്ല രീതിയിൽ നടന്നു തുടങ്ങിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെയൊക്കെ നടക്കുന്നവർക്ക് പിച്ച വെച്ച് കസ്റ്റിക്കൊക്കെ വെച്ചിട്ടായിരുന്നു ആ സമയത്ത് നടന്നു തുടങ്ങിയത്. പിന്നെ ആ നടത്തയിൽ തന്നെ എങ്ങോട്ടും പോകാനും പറ്റില്ല. ഇപ്പോൾ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എടുത്തുകൊണ്ട് നടക്കണം. ബീച്ചിലെ മണ്ണിൽ അറിയാമല്ലോ നിങ്ങൾക്കല്ലേ, നമുക്ക് തന്നെ നോർമലായിട്ട് നടക്കാൻ പറ്റില്ല. അപ്പം അത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഡോറേനെ എങ്ങും കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു. ആകെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മൾ പോയത് തൊമ്മൻകുത്ത്. പക്ഷേ തൊമ്മൻകുത്തും കുരിശുമലയെല്ലാം അന്ന് നടന്ന കയറി കേട്ടോ. കുറച്ചെങ്ങാണ്ടൊക്കെ എടുക്കേണ്ടി വന്നുള്ളൂ. അതും ഞാൻ എടുക്കാമെന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ നടന്നോളാം എന്ന് പറഞ്ഞിട്ട് നടക്കാനുള്ള ആഗ്രഹം കൊണ്ട് അപ്പോൾ അങ്ങനെ നടന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പോയിട്ടുള്ളത് കല്യാണം കഴിഞ്ഞ സമയത്ത് തൊമ്മൻകുത്തും മറ്റേ കുരിശുമല എന്നായിരുന്നു, തുമ്പച്ചി കുരിശുമലയും പിന്നെ മലമ്പുഴ അല്ലല്ല മലങ്കര ഡാമും പിന്നെ അങ്ങൊരു ഡാം നമ്മൾ പോയി കണ്ടില്ലായിരുന്നു. ചെറുതോണിയിലോട്ട് പോകുന്ന വഴിക്ക് വേറൊരു ഡാം, ചെറുതോണി ഡാമും കുളമാവ് ഡാം. അങ്ങനെ ചില സ്ഥലങ്ങളിലെ പോയുള്ളൂ. പിന്നെ ഒരു പാലം നമ്മൾ പോയി കണ്ടായിരുന്നല്ലോ, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ, അതായത് ഇടുക്കി തന്നെയുള്ള സ്ഥലങ്ങൾ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ച അവിടെ വീട്ടിൽ നിൽക്കാൻ പോയ സമയത്ത് ഞങ്ങൾ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഞങ്ങൾ പോയിട്ട്. യൂട്യൂബ് വീഡിയോ എടുക്കാനുള്ളൂ, പക്ഷെ യൂട്യൂബ് ചാനൽ ഇല്ല നമുക്ക്. ഇല്ലെന്ന് അന്ന് നമുക്ക് ഇൻസ്റ്റാഗ്രാം മാത്രമേ ഉള്ളൂ. യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങുന്നത് അഷ്റഫ് ഖാന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പൊ നമ്മൾ ചെറുതായിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ അന്നത്തെ ഹണികൊണ്ടൊക്കെ അതെല്ലാം എടുക്കായിരുന്നു. പക്ഷെ ഷോർട്സ് ഒക്കെ എടുത്തായിരുന്നു, ഫോട്ടോസ് ഒക്കെ അത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഉള്ളു കാര്യങ്ങൾ. നമ്മൾ അതുകൊണ്ടാണ് പോയത്. പിന്നെ വന്നൊരു കാര്യം എന്ന് പറയുന്നത് ഭാര്യയെ വിറ്റ് ജീവിക്കുകയാണ്. ഭാര്യ എന്നിട്ട് ഇവക്ക് കമന്റ്, നിന്നെ വിട്ടാടി നിന്റെ കെട്ടിയോൻ ജീവിക്കുന്നത് അതുപോലും മനസ്സിലാക്കാൻ കിടപ്പുണ്ട്, അതുപോലും നിനക്ക് മനസ്സിലാവുന്നില്ലേ. ഇപ്പം ആരെ വിറ്റിട്ടാണെങ്കിലും എന്താണ് ഉടുതുണിയോടുകൂടിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്, അല്ലാണ്ട് വേറൊരു രീതിയിലും മോശപ്പെട്ട രീതിയിലൊന്നുമില്ല. പിന്നെ ഈ എല്ലാ ഇച്ചിരി എന്തെങ്കിലും ഒരു കുറവുകളുള്ള ഒരു ഭാര്യയാണെങ്കിൽ ഭർത്താക്കന്മാർക്കെല്ലാം വരുന്ന കമന്റുകളാണ്. നമുക്ക് മാത്രമല്ല, അതുപോലെ ഡിസബിലിറ്റി ഉള്ള എല്ലാ ഡിസബിലിറ്റി ഉള്ള ഭാര്യമാർക്കും
ഉണ്ടെങ്കിൽ ഭർത്താക്കന്മാർക്ക് വരുന്ന കമന്റ് ആണ്. അമ്മു അപ്പുവിന് വന്നിട്ടുണ്ട്. പിന്നെ ആർക്കായിരുന്നു വന്നത്? കുറേ ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് അവർക്ക് തന്നെ വന്നിരിക്കുന്ന കമന്റുകൾ കുറേ ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ അമൽ ഇവർക്ക് വന്നില്ലേ, അമൽ കുഞ്ചു അവർക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇത് എന്താ പറയുക, ഡിസബിലിറ്റി മാത്രമല്ല നോക്കുന്നത്. നമ്മൾ മെയിനായിട്ടും ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടു അവർ അത്യാവശ്യം കുഴപ്പമില്ലാതെ അവർ ജീവിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങും ഭാര്യ വിറ്റ ജീവിക്കുന്നത്, മേലനങ്ങാതിരുന്ന് ഉണ്ടാക്കുകയാണ്. ഈ വീഡിയോ എടുക്കുന്നതും വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുന്നതിനും ഒക്കെ ആണെങ്കിൽ ഇത്തിരി മേലനങ്ങിയില്ലെങ്കിലും ഇത്തിരി കഷ്ടപ്പാടുണ്ട്. അതുപോലെ തന്നെ പറയുന്ന വേറൊരു കാര്യമാണ്, എന്താ കോമാളിത്തരം എന്തോ കാണിച്ചോട്ട്, കോമാളിത്തരമോ അഭ്യാസമോ എന്തോ കാണിച്ചോട്ട് കക്കാനും മൂട്ടിക്കാനും പോകുന്നില്ല. പിന്നെ പുറത്ത് പറയാൻ പറ്റാത്ത ഒന്നും തന്നെ നമ്മൾ ചെയ്യുന്നില്ല. ഒരാളെ നമ്മൾ വേദനിപ്പിക്കുന്നില്ല. നമ്മുടെ ചാനലിൽ വഴി ഒരാളെ നമ്മൾ ആക്ഷേപിച്ചിട്ടില്ല. നമ്മൾ ഒന്നും തന്നെ മറ്റൊരാൾക്ക് ദോഷം ചെയ്യുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യുന്നില്ല. നമ്മുടെ വിശേഷങ്ങൾ നമ്മളെടുത്തിടുന്നു, അത് ആൾക്കാർ കാണുന്നു, അതിൽ നിന്ന് ആ കാണുന്നത് കൊണ്ട് നമുക്ക് അതിൽ നിന്ന് ഒരു ചെറിയ തുക നമുക്ക് വരുമാനമായിട്ട് നമുക്ക് ലഭിക്കുന്നു. നമ്മൾ അതുകൊണ്ട് നമ്മുടെ കുടുംബത്തെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു. ഞാൻ എൻ്റെ കുടുംബത്തിൽ സന്തോഷവാനാണ്. എൻ്റെ ഭാര്യ സന്തോഷവതിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല പറയുന്നത്, ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് ഇവളെ ഹാപ്പിയാക്കി നിർത്താൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്കോരോ ബുദ്ധിമുട്ടുകളുണ്ട്, എനിക്കോരോ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ശ്വാസമുട്ടൽ കൂടുതലാണ്. എൻ്റെ ഇൻഹേലർ നിങ്ങൾ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഞാൻ ഇൻഹേലർ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഒരു എമർജൻസി ഘട്ടം വന്നാൽ പോലും ഇവിടെ നിന്ന് എടുത്ത് അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിപ്പില്ല. പക്ഷേ ഡോറയ്ക്ക് ഒരു പെയിൻ വന്നു കഴിഞ്ഞാൽ ആ പെയിൻ മാറാൻ വേണ്ടിയിട്ടുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തൊട്ട് ചെറിയ മെഡിസിൻ വരെയും ഇവിടെ ഡോറയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ അവൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ട്. ഞാനിപ്പം ഡോറയ്ക്ക് എന്ത് പെയിൻ ഉണ്ടെങ്കിലും ആ പെയിൻ മാറാൻ വേണ്ടി എന്തെല്ലാം സാധനങ്ങൾ എന്നെക്കൊണ്ട് മേടിച്ച് വെക്കാൻ പറ്റുമോ ഞാൻ അതെല്ലാം മേടിച്ച് ഞാൻ വെക്കുന്നുണ്ട്. കാരണം ഇപ്പം ഞാനില്ലെങ്കിൽ പോലും അവക്കെടുത്ത് ഉപയോഗിച്ച് ആ വേദനയും കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ നമുക്ക് വേദന വരുന്നത് ഈ ഇടത്തെ കൈയുടെ ഷോൾഡറിനും 2 കാലിൻ്റെ മുട്ടിനും, പിന്നെ ആണെങ്കിൽ ഇടയ്ക്ക് ഈ നമ്മുടെ ഈ ഇളിയുണ്ടല്ലോ, അതായത് നമ്മുടെ ഇടുപ്പിലിൻ്റെ ഭാഗത്താണ് വേദന വരുന്നത്. അപ്പം ഈ സമയത്തൊക്കെ ഇവർക്ക് പെട്ടെന്ന് വേദന മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളെല്ലാം ഞാനിവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതായത് എങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ഭാര്യേനെ നല്ല രീതിയിൽ നോക്കാൻ പറ്റുമോ ആ രീതിയിലാണ് ഞാൻ നോക്കുന്നത്. എന്നെക്കൊണ്ട് കെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കെയർ ചെയ്യാറുണ്ട്. ഞങ്ങളമ്മ വഴക്കിടാറുണ്ട്, ബഹളം വയ്ക്കാറുണ്ട്, വായിടാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് അവളുടെ കാര്യങ്ങളൊന്നും ഞാൻ മുടക്കാറില്ല. എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ എൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാനെല്ലാം ചെയ്യാറുണ്ട്. ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് ഈ യൂട്യൂബ് വരുമാനം കൊണ്ട് തന്നെയാണ്. എൻ്റെ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞാൻ നോക്കാറുണ്ട്. എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള സകല കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള സകല കാര്യം ചെയ്യാറുണ്ട്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ഷെഡ് അടിച്ചു കൂട്ടിയത് പലിശയ്ക്ക് പൈസ എടുത്തിട്ടാണ്. അതിൻ്റെ പലിശ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മുതൽ കൊടുക്കാനെ കൊണ്ട് പറ്റിയിട്ടില്ല ഇതുവരെയും, ശരിയാണ്. അതിൻ്റെ പലിശ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള പണിയും കാര്യങ്ങളും കിടപ്പുണ്ട്, അതിനുള്ളൊരു തുക ഞാൻ കണ്ടെത്തുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് ഈ യൂട്യൂബ് വരുമാനം കൊണ്ട് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, എൻ്റെ യൂട്യൂബ് വരുമാനം കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം കഴിയുന്നത്. ഞാൻ അടിച്ചു പറത്തി അനാവശ്യമായിട്ട് ചിലവാക്കി ഞാനൊന്നും കളയുന്നില്ല. എനിക്ക് കിട്ടുന്നത് മൊത്തം തന്നെ ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജീവിക്കുന്നത് ഇനി ഭാര്യ വിട്ടിട്ടാണെങ്കിലും മേലനങ്ങാതിരുന്നിട്ടാണെങ്കിലും എന്ത് ചെയ്തിട്ടാണെങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന പൈസ എൻ്റെ വീട്ടിന് വേണ്ടിയാണ് ഞാൻ ചിലവാക്കുന്നത്. മറ്റുള്ളവരെ പോലെ അടിച്ചു കൊടുത്ത് കളയാനോ ഒന്നിനുമല്ല. ഞാനിടുന്ന ഡ്രസ്സുകൾ ഇപ്പം നിങ്ങൾ വിചാരിക്കും നമ്മൾ പുറത്ത് പോകുമ്പോഴത്തേക്ക് ഇടുന്ന ഡ്രസ്സുകളെ കാണുമ്പോൾ വലിയ വിലയുടെ ഡ്രസ്സുകളാണ്. ഏറ്റവും ലോക്കലായിട്ടുള്ള ഡ്രസ്സുകളാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇവിടെ ഡോറയ്ക്കാണ്. ഡോറ ഒരു തവണ മാത്രമാണ്, ഞാൻ എപ്പോഴും എടുക്കുന്ന വില കുറഞ്ഞ ഡ്രസ്സാണ്. അപ്പം ഓണത്തിന് ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് സാവിത്രിയമ്മ പൈസ തന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഡോറ പ്രഗ്നൻ്റ് ആണെന്ന് നമുക്ക് അറിയില്ല. ആ സമയത്ത് പ്രഗ്നൻ്റ് ആണെന്ന് അറിയത്തില്ല. പക്ഷേ ഡോറ അന്നേരം പ്രഗ്നൻ്റ് ആണ്. നമ്മൾ പീരീഡ് തെറ്റിയ സമയത്താണല്ലോ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പക്ഷേ ആ സമയത്തൊക്കെ ഡോറ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് ഞാൻ ഏറ്റവും വില കുറഞ്ഞ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നോക്കിയപ്പം എന്നെ ഇവള് കൊണ്ടുപോയിട്ട് ജെൻസ് വെയറിൽ കൊണ്ടുപോയിട്ട് ആദ്യമായിട്ട് ഞാനൊരു 600 രൂപയുടെ ഷർട്ടില്ലേ, അത്രയും വില കൂടിയ ഷർട്ട് ഞാൻ സ്വന്തം കാശിന് എടുത്തിടുന്നത് ആദ്യമായിട്ടാണ്. കാരണം അതിനു മുമ്പൊക്കെ ഞാൻ എടുക്കുന്നത് 200 രൂപയുടെ ഡ്രസ്സ്, 220 രൂപയുടെ ഡ്രസ്സ്, 190 രൂപയുടെ ഡ്രസ്സ്. എനിക്ക് പിന്നെ അതിനു മുമ്പ് നാസിയുടെ കല്യാണത്തിനാണ് എനിക്ക് വില കൂടിയൊരു ഷർട്ട് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നത്. അതല്ലാതെ ഞാൻ മാക്സിമം
വില കുറഞ്ഞ ഷർട്ടുകളാണ് എടുക്കുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്ന ഷർട്ടുകളൊക്കെ 200, 220, 230, 180, 190 ഷർട്ടുകളാണ്. ടീഷർട്ടാണെങ്കിലും അങ്ങനെ തന്നെ. കാണുമ്പം എല്ലാവരും വിചാരിക്കും ഭയങ്കര റേറ്റ് കൂടിയ ഡ്രസ്സുകളാണെന്ന് വിചാരിക്കും. പക്ഷേ എല്ലാം അത് തന്നെയാണ്. പാൻ്റ് ആണെങ്കിലും അതുപോലെ തന്നെ വില കുറഞ്ഞ പാൻറ്റുകളാണ് ഞാൻ ഇടുന്നതെല്ലാം തന്നെ. അപ്പോൾ ഇത്രയും പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ആർഭാട ജീവിതം നയിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അടിച്ചു തീർത്ത് കളയുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. മാക്സിമം ചിലവ് ചുരുക്കി ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്ത് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരാളെയും വേദനിപ്പിക്കാതെയും ഒരാളെ ആക്ഷേപം പറയാതെയും ഒരാളെയും കുറ്റപ്പെടുത്താതെ ഒന്നും പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. ഇനി ഞങ്ങളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറഞ്ഞു വന്നാൽ അവർക്ക് തെളിയിക്കാൻ കഴിയുന്ന കുറ്റങ്ങളാണെങ്കിൽ അവർ തെളിയിച്ചോട്ടെ. ഇവിടെ നിങ്ങൾ വന്ന് തിരക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട് എന്ന് പോലും ഈ നാട്ടിൽ ആർക്കും അറിയാൻ പറ്റില്ല. ഞാൻ അതുപോലാണ് കഴിയുന്നത്. സഹകരണമുണ്ട്, ഇല്ലയെന്നല്ല, മിണ്ടും പറയും എല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ എൻ്റെ കാര്യം നോക്കി ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പുറത്തിറങ്ങി അധികം കമ്പനി കൂടുക, പുറത്തിറങ്ങി അധികം കാര്യങ്ങൾ ചെയ്യുക ഒന്നുമില്ല. എൻ്റെ ലൈഫിൽ ഞാൻ ഹാപ്പി ആയിട്ട് ഞാൻ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കമൻറ്റുകളൊക്കെ വരുമ്പോൾ സത്യം പറഞ്ഞാൽ ചില സമയത്ത് ചിരിയാണ് വരുന്നത്, ചില സമയത്ത് എന്തിനായിരിക്കും ഇങ്ങനെ പറയുന്നത് എന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിച്ചു പോകും. കാരണം നമ്മളൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. അപ്പം പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത് എന്ന് സ്വാഭാവികമായിട്ട് ചില സമയത്ത് ചിന്തിക്കും. പിന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന കൂടുതലും ആൾക്കാർ നമ്മളെയൊക്കെ അറിയാവുന്നവർ തന്നെയായിരിക്കും. അതുപോലെ തന്നെ ചിലർക്ക് ഈ കൃമികടി ഉള്ള ആൾക്കാരുണ്ടല്ലോ, എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരില്ല എന്നുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ആ ടീംസ് ആയിരിക്കും ഇതൊക്കെ പറയുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അവരുടെയും കൂടി അറിവിലേക്കായിട്ട് പറയുകയാണ്, ഇപ്പം യൂട്യൂബിൽ നിന്ന് ഞങ്ങൾക്കൊക്കെ വരുമാനം കിട്ടുന്ന പോലെ നാളെ സമയത്ത് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങൾക്കും അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മളെപ്പോലെ ഇപ്പം നിങ്ങൾ പറയുന്ന രീതിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് നാളെ ജീവിക്കാൻ പറ്റും. ഓക്കെ, ഒരുപാട് പേര് യൂട്യൂബ് വരുമാനം കൊണ്ട് കഴിയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട്. നിങ്ങളൊക്കെ ഇപ്പോൾ ആക്ഷേപിക്കുമ്പം ഇന്ത്യയിലുള്ള നമ്മളെയാണ് കൂടുതൽ ആക്ഷേപിക്കുന്നത്. നമ്മൾ യൂറോപ്യൻ കൺട്രികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ എനിക്ക് തോന്നുന്നു ഒരു 20% പേരും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കണ്ട് കഴിയുന്നവർ ആൾക്കാരുണ്ട്. ഒരു 20% ആൾക്കാർ. എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ പോയ സമയത്ത് അവൻ സ്റ്റേ ചെയ്തിട്ടുള്ള, അതായത് അവനാണെങ്കിൽ ഇപ്പോൾ അമേരിക്കയിലാണ്, അവൻ സ്റ്റേ ചെയ്തിട്ടുള്ള ആ ഏരിയയിലുള്ള ഒട്ടുമിക്ക പേരും വ്ളോഗർമാരാണ്. അതുപോലെ തന്നെ ഒരു ഫ്രണ്ട് UK-യിലുണ്ട്. അവനും എന്നെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്, എടാ ഇവിടെ ആണെങ്കിൽ കൂടുതലും വ്ളോഗർമാരാണ്, എങ്ങോട്ട് തിരിഞ്ഞാലും വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരെ കാണാനുള്ളതെന്ന്. അപ്പോൾ ഇതൊന്നും അത്ര എന്താ പറയുന്നത് മോശം ഏർപ്പാടൊന്നുമല്ല ഈ വ്ളോഗിങ് എന്ന് പറയുന്നത്. അത്യാവശ്യം ഡിമാൻഡുള്ള കാര്യങ്ങൾ തന്നെയാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് സന്തോഷമാണ് നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് ആൾക്കാർ കാണുമ്പം തിരിച്ചറിയുമ്പോൾ. ഇന്ന് ഞാൻ നമ്മുടെ റിംഗ് ലൈറ്റ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിംഗ് ലൈറ്റ് മേടിക്കാനൊക്കെ ആയിട്ട് ഞാൻ കരുനാപ്പള്ളി പോയപ്പം അവിടുത്തെ ഒരു സെയിൽസ്മാൻ പയ്യൻ പറഞ്ഞൊരു കാര്യമാണ്, ചേട്ടനെ ഞാൻ എവിടെ കണ്ടിട്ടുള്ളൂ പക്ഷേ എവിടെയാണോ ഓർമ്മ വരുന്നില്ലെന്ന്. ഓക്കെ, അങ്ങനെയെങ്കിലും പറയുന്നുണ്ട്, ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കണ്ട് സംസാരിക്കാൻ വന്നിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഞാനാണെങ്കിൽ റേഷൻ കടയിൽ പോയ സമയത്ത് നമ്മൾ മൂത്തോട്ടിമുക്കിന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾ റേഷൻ സാധനം മേടിക്കുന്നത്. അപ്പോൾ പോയ സമയത്ത് ഇന്നലെ ഇട്ട വീഡിയോയ്ക്കകത്തൊരു താഴെ കമൻറ്റ് വന്നു, ഞാൻ ഡോറയുടെ ഇച്ചായനെ മൂത്തോട്ടിമുക്കി കൂടെ പാസ് ചെയ്ത് പോകുന്ന കണ്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഈ കമൻ്റ് ഇടുന്ന ഈ വ്യക്തികളെ ആരാണ് തിരിച്ചറിയുന്നത്? ഇനി നമ്മൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും നമ്മളെ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്, നമ്മളെ ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട്, ആൾക്കാർ സ്വീകരിക്കുന്നുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ സന്തോഷമാണ്, അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. ഈ കമൻ്റ് ഇടുന്ന ആൾക്കാരെ ആരെങ്കിലും തിരിച്ചറിയുന്നുണ്ടോ? ബന്ധുക്കളും വീട്ടുകാരും തിരിച്ചറിയുന്നുണ്ട്. അതല്ലാണ്ട് പുറത്തിറങ്ങുന്ന സമയത്ത് പരിചയമില്ലാത്ത ഏതെങ്കിലും ആൾക്കാർ തിരിച്ചറിയുന്നുണ്ടോ? ഇല്ല. നമ്മൾ ട്രിനിറ്റി ഹോം സ്റ്റേയിൽ നമ്മൾ സ്റ്റേ ചെയ്തിട്ട് അവർക്ക് മനസ്സിലായില്ല, സത്യമാണ്. വന്ന സമയത്ത് നമ്മൾ വീഡിയോ അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരനാണെങ്കിൽ എന്നോട് വീഡിയോ എടുത്തതൊന്ന് അയച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഓക്കെ, നമ്മൾ കേരള ബ്രദേഴ്സ് ഇട്ട വീഡിയോയുടെ ലിങ്ക് ഞാൻ പുള്ളിക്കാരനെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനെ അത് സ്റ്റോറി ആക്കിയ സമയത്ത് പുള്ളിക്കാരന് കുറേ മെസ്സേജുകൾ ചെന്നു. ഇവരെ അറിയാവോ, ഇവരെങ്ങനെ കിട്ടി, ഇവരെങ്ങനെ പരിചയം, നിങ്ങൾ വീഡിയോസൊക്കെ എടുത്തോ? അപ്പോൾ വീഡിയോസ് എടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ വീഡിയോസ് എടുക്കേണ്ടല്ലായിരുന്നു, അവർ യൂട്യൂബേഴ്സാണ്, നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളിക്കാരനോട് സംസാരിച്ചു. പുള്ളിക്കാരൻ പിന്നെ എനിക്ക് മെസ്സേജ് ഇട്ടേക്കാണ്, ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, അബദ്ധം പറ്റിപ്പോയതാ, ഒരു റീലെങ്കിലും എടുക്കേണ്ടായിരുന്നു, വീഡിയോസൊക്കെ എടുത്തിട്ട് വിടണ്ടേ, മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ട് വിടണ്ടായിരുന്നു, അബദ്ധം പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരു അവാർഡ് കിട്ടുന്നത് പോലെ തന്നെയാണ്. കാരണം നമ്മുടെ ഈ ഒരു ചെറിയ ജീവിതത്തിൽ, ഈ ഒരു കുഞ്ഞു ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന മാക്സിമം നമ്മുടെ ലൈഫിൽ നമ്മൾ ആരെയും വേദനിപ്പിക്കാതെ മുന്നോട്ട് പോകണം. പക്ഷേ ആരെങ്കിലും നമ്മളെ വേദനിപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ അവൻ്റെ അണ്ടകടാകടം പൊളിച്ചിട്ടേ നമ്മൾ മാറാൻ പാടുള്ളൂ. ഞാൻ അങ്ങനെയാണ്.
ഒരാളെ ഉപദ്രവിക്കാനും ഒരാളെ വേദനിപ്പിക്കാനും ഒന്നിനും ഞാൻ പോകാറില്ല. എന്നെ ആരെങ്കിലും ദ്രോഹിക്കാൻ വന്നു കഴിഞ്ഞാൽ മാക്സിമം ഞാൻ തിരിച്ച് അവർക്കിട്ടുള്ള പണി കൊടുത്തിട്ട് ഞാൻ അടങ്ങത്തുള്ളൂ. അങ്ങനെയാണ് എൻ്റെ ഒരു ക്യാരക്ടർ. അപ്പോൾ നമ്മൾ മാക്സിമം ജീവിക്കേണ്ടത് ഒരാളെയും വേദനിപ്പിക്കാതെ, ഒരാളെ ആക്ഷേപം പറയാതെ, ഒരാളെയും കുറ്റപ്പെടുത്താതെ, നമ്മുടെ ലൈഫ് എന്താണോ അതിലോട്ട് നമ്മൾ ഒതുങ്ങി ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ പോകുന്നത് കൊണ്ടാണ് നമ്മളെ ആണെങ്കിൽ പലരും ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും നമ്മളെ ചേർത്ത് നിർത്താനും ഒക്കെ പലരും കൂടെ ഉള്ളത്. ഇപ്പോഴും ഞങ്ങൾക്ക് കൂടെ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ട് അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ നെഗറ്റീവ് കമൻറ്റ് ഇട്ട് നിങ്ങൾ ഞങ്ങളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഒന്നുമില്ല. പിന്നെ എനിക്കൊരു വ്ളോഗറോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ വീഡിയോ ആണ് നിങ്ങളുടെ വ്ളോഗിൽ ഇട്ടേക്കുന്നത് കൂടുതലും. ആ കുഞ്ഞിൻ്റെ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള അനാവശ്യങ്ങൾ, ഈ കുട്ടിഭൂതം, മരഭൂതം, പിന്നെന്താണ് എന്തൊക്കെയോ കുറേ അനാവശ്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ കുഞ്ഞിൻ്റെ മുഖമാണ് ഈ നാട്ടുകാർ കാണുന്നത്. ഈ കമൻറ്റ് ഇടുമ്പോൾ എന്തായാലും ഐഡിയ ഏതാണെന്ന് ആൾക്കാർ കയറി നോക്കും. കാണുന്ന സമയത്ത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ മുഖമാണ് കാണുന്നത്. ഉറപ്പായിട്ടും ഞാൻ പറയാം, നിങ്ങളുടെ ഫേസ് അതിനകത്ത് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് മാക്സിമം ഞാൻ നാണം കെടുത്തില്ല. കാരണം അമ്മാതിരി കമൻറ്റാണ് നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞിൻ്റെ വീഡിയോ ഇതിൽ കിടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാനാണ് റിയാക്ട് ചെയ്യാതെ മാക്സിമം ഒതുങ്ങിപ്പോകുന്നു എന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് കഴിവില്ല എന്നുള്ളതല്ല അർത്ഥം ആക്കുന്നത്. ഓക്കെ, സ്വന്തം കുഞ്ഞിൻ്റെ ഫോട്ടോയും വീഡിയോസും ഇട്ട് ആ കുഞ്ഞിനെ നാണം കെടുത്തുന്ന നിങ്ങളുടെ അത്രയും വിവരക്കേട് എനിക്കില്ലാത്തത് കൊണ്ടാണ് ആ കുഞ്ഞിൻ്റെ വീഡിയോ എടുത്ത് ഞാനൊന്നും ചെയ്യാത്തത്. സ്വന്തം കുഞ്ഞിൻ്റെ വീഡിയോ ഇടുന്ന സമയത്ത് സ്വന്തം കുഞ്ഞിൻ്റെ വീഡിയോ അതിനകത്ത് ഇടുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക, ഇത്തരത്തിലുള്ള അനാവശ്യങ്ങൾ പറയുമ്പം എൻ്റെ മോൻ്റെ മുഖമാണ് നാട്ടുകാർ കാണുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അത്രയെങ്കിലും കോമൺ സെൻസ് നിങ്ങൾ കാണിക്കുക. ഒന്നുമില്ലെങ്കിലും ഞങ്ങളെക്കാളും ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. എനിക്ക് തോന്നുന്നു ഞങ്ങളെക്കാളും ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും. ഇനി ഒരു പക്ഷേ ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ പോലും സംസ്കാരം എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ നാട്ടിലുണ്ട്. അത് കുടുംബത്തു നിന്ന് കിട്ടുന്നതും നമ്മുടെ പരിസരത്തു നിന്ന് കിട്ടുന്നതൊക്കെയാണ്. ഞങ്ങളിവിടെ ഒരാളെയും ആക്ഷേപിക്കാൻ വേണ്ടി ഇരിക്കുകയല്ല. നമ്മളെ ആക്ഷേപിക്കുന്നവരെ മാത്രമാണ് നമ്മൾ കുറ്റപ്പെടുത്താറുള്ളത്. അല്ലാതെ നമ്മൾ ഒരാളെ ആക്ഷേപിക്കാൻ വേണ്ടി ഇരിക്കില്ല. നിങ്ങളുടെ കുഞ്ഞ് നാളെ സമയത്ത് പുറത്തിറങ്ങുന്ന സമയത്ത് നിൻ്റെ ചാനലിൽ നൽകിയ അവർക്ക് മോശപ്പെട്ട കമൻറ്റ് പോയത് എന്ന് ആ കുഞ്ഞിനോട് ആരും ചോദിക്കാൻ ഒരിട നിങ്ങളായിട്ടുണ്ടാക്കി കൊടുക്കരുത്. ആ കുഞ്ഞിൻ്റെ മുഖം, ആ കുഞ്ഞ് നന്നായി ജീവിക്കട്ടെ, അവൻ നന്നായി പഠിച്ചു വളരട്ടെ. നിങ്ങൾ കാരണം തന്നെ ആയിരിക്കും, നിങ്ങൾ ഇമാതിരി മോശപ്പെട്ട കമൻറ്റ് ഇട്ടതുകൊണ്ടായിരിക്കും. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പോയി നോക്ക്, ഒരു കൊല്ലത്തിന് മുമ്പൊക്കെ നിങ്ങളെ തെറി വിളിച്ചിട്ടുള്ള കമൻറ്റുകൾ അതിനകത്ത് കിടപ്പുണ്ട്. നിങ്ങളിതൊക്കെ കാണുന്നുണ്ടോ എന്തോ എനിക്കറിയത്തില്ല. എന്തായാലും ആ കുഞ്ഞിൻ്റെ ലൈഫ് നിങ്ങളായിട്ട് തൊലയ്ക്കരുത്, ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഇപ്പം എനിക്ക് തന്നെ നിങ്ങളോട് ഇത്രയും ദേഷ്യമുണ്ട്. അപ്പം ഇതുപോലെ നിങ്ങൾ എത്ര ആൾക്കാർക്ക് റോങ് ആയിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടായിരിക്കും ഇത്രയും 1 കൊല്ലം 2 കൊല്ലത്തിനൊക്കെ മുമ്പും നിങ്ങളുടെ കുഞ്ഞിനെ വന്ന് തെറി പറഞ്ഞേക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞിനെയാണ് ആ തെറി പറഞ്ഞേക്കുന്നത്. നിങ്ങളത് ആലോചിക്കുക. നിങ്ങൾ കാരണം തെറി കേൾക്കുന്നത് നിങ്ങളുടെ കുഞ്ഞാണ്. അത്രയെങ്കിലും ചിന്തിച്ചാൽ മതി. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനായിട്ടില്ല. അപ്പോൾ ഇതാണ് കൂട്ടുകാരെ ഞങ്ങളുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യം. നമ്മുടെ ട്രാവലിങ്ങിൻ്റെ ഡീറ്റെയിലും അതുപോലെ തന്നെ ചിലർക്കുണ്ടായ സംശയങ്ങൾ നമ്മൾ പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സംശയങ്ങൾ തീർന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ ചില 1-2 കമൻറ്റ് കണ്ടു, ഇവൻ്റെ അഹങ്കാരം കണ്ടു കഴിഞ്ഞാൽ എന്തോ വലിയവനാണെന്ന് തോന്നും, ഇവനെ എന്തോ വലിയ അങ്ങനത്തെ പറഞ്ഞുകൊണ്ട്. എനിക്ക് പ്രത്യേകിച്ച് അഹങ്കാരമൊന്നുമില്ല. എന്നോട് സംസാരിക്കുന്നവർക്കാണെങ്കിലും ഇനി അങ്ങനെ വിചാരിക്കുന്നവർ വിചാരിച്ചോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നോട് സംസാരിക്കുന്നവരാണെങ്കിലും എന്നോട് സഹകരിക്കുന്നവർക്കാണെങ്കിലും അറിയാൻ പറ്റും എനിക്ക് അഹങ്കാരമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ ഈ ഇൻട്രോവേർട്ട് എന്നൊക്കെ പറയത്തില്ലേ, ഞാൻ ഏകദേശം ഒരു ഹാഫ് ഇൻട്രോവേർട്ട് അല്ലാത്തൊരു ക്യാരക്ടറാണ്. കാരണം വെച്ചാൽ എനിക്ക് ഒരാളോട് സംസാരിക്കാൻ വേണ്ടി സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പ്രോബ്ലം ഉണ്ട്. എന്നുവെച്ചാൽ ഒരാൾ എന്നോട് വന്ന് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് തിരിച്ച് സംസാരിക്കാൻ, എന്നുവെച്ചാൽ ആളുമായിട്ടൊന്നും പരിചയപ്പെടാതെ എനിക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എത്രത്തോളം അങ്ങനെ ഈ സ്വഭാവമുള്ള ആൾക്കാരുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ആളുമായിട്ട് ഞാൻ നല്ലൊരു പരിചയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നോൺ സ്റ്റോപ്പായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. എനിക്കൊന്ന് സ്റ്റാർട്ടിങ് ട്രബിൾ എനിക്കുണ്ട്. ഞാൻ പറയാം, പണ്ട് എനിക്ക് ഈ കൂട്ടത്തിലുള്ള ഇതിലൊക്കെ പോയി കൂട്ടം കൂടി നിൽക്കുന്നിടത്തൂടെ പോകാനും അവരോട് സംസാരിക്കാനും ഈ പരിചയമില്ലാത്ത ആൾക്കാർ വന്ന് സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്ന കൂട്ടത്തിലായിരുന്നു. ഇപ്പം പിന്നെ കുറേശ്ശെ അതൊക്കെ മാറി വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് പരിചയമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല ഫ്രീ ആയിട്ട് നിന്ന് സംസാരിക്കാറുണ്ട്. അപ്പോൾ എന്നെ വിളിക്കുന്ന ആൾക്കാർക്ക് പലർക്കും അറിയാം, നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നമ്മളെ വിളിക്കുന്ന പലർക്കും അറിയാം. ഒത്തിരി പേര് വിളിക്കാറുണ്ട്. അവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അവരോടൊക്കെ എങ്ങനെയാണ് സംസാരിക്കുന്നത്, ജാടയിട്ടാണോ അതോ നല്ല രീതിയിലാണോ സംസാരിക്കുന്നത്, അവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നെ വിളിക്കുന്ന എല്ലാവർക്കും അറിയാം ഞാൻ എങ്ങനെയാണ്. എനിക്ക് മെസ്സേജ് അയക്കുന്നവർക്കാണെങ്കിൽ പോലും അറിയാം എങ്ങനെയാണെന്ന്. പിന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ അത്യാവശ്യം റോങ് ആയിട്ടുള്ള മെസ്സേജുകൾ വരാറുണ്ട്. റോങ് ആയിട്ടുള്ള മെസ്സേജ് എന്ന് വെച്ചാൽ ഈ ഗേ ടൈപ്പ് മെസ്സേജുകൾ, അതുപോലെ തന്നെ ഈ സെക്സ് ടോക്ക് മെസ്സേജുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന മെസ്സേജുകളൊക്കെ ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യാറുണ്ട്, റിപ്ലൈ കൊടുക്കാറില്ല. നമ്മളിപ്പോൾ റിപ്ലൈ കൊടുക്കാതിരുന്നാൽ പോലും ഇങ്ങനെ
കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. അപ്പം ചില സമയത്ത് ഞാൻ നാസിയെ കൊണ്ട് കാണിക്കും, നാസിയെ കൊണ്ട് കാണിച്ചിട്ട് ഞങ്ങളിരുന്ന് ചിരിക്കും. അപ്പം ഇപ്പോൾ 2 ദിവസത്തിന് മുമ്പും കൂടെ ഒരു മെസ്സേജ് വന്നപ്പോൾ ഞാൻ ഡോറയോട് പറഞ്ഞു, ഇതാ ഇന്ന വ്യക്തി എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചേക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിതൊക്കെ തമാശയായിട്ട് ഞാൻ ചിലപ്പോഴൊക്കെ എടുക്കാറുള്ളത്. അപ്പം ഞാൻ മെസ്സേജിന് അധികം റിപ്ലൈ ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കാത്തതിൻ്റെ റീസൺ ഇതൊക്കെയാണ്. പലരും ഇങ്ങനെ സംസാരിച്ച് വരുന്ന കൂട്ടത്തിൽ മെസ്സേജ് ഇട്ട് നമ്മളിങ്ങനെ ചാറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ സംസാരം വേറൊരു രീതിയിലോട്ട് പോകുമ്പം ഞാൻ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ അവർക്ക് ഞാനതെങ്കിൽ എനിക്കൊരു ഡൗട്ട് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവർക്ക് റിപ്ലൈ കൊടുക്കില്ല. അതൊന്നും എൻ്റെ അഹങ്കാരമല്ല, അത് എനിക്ക് റോങ് ആണ് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പറയണം എന്ന് തോന്നി, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ. ബൈ. ബൈ.